ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ചില കസ്റ്റമേഴ്സ് നമ്മളെ ഭ്രാന്ത് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫുൾ മൂഡാണ്. വീട്ടിലെത്തട്ടെ, നമുക്ക് മൂടൊക്കെ ശരിയാക്കാം. ഇത് ഇവിടെ വരെ എത്തിച്ചപ്പാട് എനിക്ക് അറിയൂ. ഡ്രൈവിംഗ് എനിക്ക് പറ്റിയ പണിയല്ല, നീ ഓടിച്ചാൽ മതി. വണ്ടി ഓടിച്ചാലേ നീ പഠിക്കൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒരിക്കലും പഠിക്കില്ല. ധൈര്യമായിട്ട് ഓടിച്ചോ, ഞാനല്ലേ കൂടെ. നീ ഉള്ളതാണ്ട് പേടി. നിന്റെ നോട്ടം കണ്ടാൽ എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടെ പോവും. എൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ചൂടാവരുത്. ശരി, പേടിക്കണ്ട. നീ വണ്ടി സ്റ്റാർട്ട്, ഞാൻ ചൂടാവില്ല. വണ്ടി സ്റ്റാർട്ട്, ക്ലച്ച് മെല്ലെ എടുത്താൽ മതി. നോക്കിയെടുക്കും. ആളെ കണ്ടില്ലേ? ഇല്ല. ക്ലച്ച് ഗിയർ മാറ്. വണ്ടി പോ. ഇതല്ല ക്ലച്ച്, ബ്രേക്കാണ്. വണ്ടി വണ്ടി എടുക്കും. കാർ നിന്നെയല്ല ഓടിക്കണത്, നീയാണ് കാർ ഓടിക്കണത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഏത് ഗിയറില? അറിയില്ല. അറിയില്ല. ഒച്ചയായിട്ടാറിലൂടെ സെക്കൻഡ് ഗിയറിലാണ്. ഗിയർ മാറ്റിക്ക്. വണ്ടി കിടന്ന് ഇടിക്കണ കണ്ടിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടിട്ട് ഗിയർ മാറ്റി. അതിനെന്തിനാ ചൂടാവുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഓടിക്കുന്നില്ല എന്ന്. ചൂടായില്ലല്ലോ. വണ്ടി പുറയില് തോന്നിയാസം കാണിക്കുന്നു. എവിടെ അഞ്ജലി? കണ്ണ് കണ്ടോളൂ. ഇതേ അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് ഫുൾ അമർത്തുക, ഫസ്റ്റ് ഗിയർ ഇടുക, വണ്ടി എടുക്കുക. ഇത് വലിയ പണിയില്ല സാർ. ഇത് സർവീസ് ടാക്സ് അടക്കം ഏകദേശം 12,000 റുപ്പീസ് ആവുന്നുള്ളൂ. സാറിന്റെ പേപ്പറൊക്കെ ഓക്കെ അല്ലേ? ഈ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്ത് തന്നോളാം. താങ്ക്സ്. യു വെൽക്കം സാർ. യെസ് സാർ. കടന്നു വരൂ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയേട്ടാ. കയ്യിലുള്ള കൊടുത്താൽ മതി. മുതലാളിക്ക് ഭ്രാന്താണ്. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. അസിസ്റ്റന്റ് മാനേജർ ആള് കൊള്ളാലോ. ഉടനെ പ്രൊമോഷനൊക്കെ കിട്ടോ? ഈ പോക്ക് പോയി മിക്കവാറും അവരെന്നെ കൊണ്ടേ പോവും. കൊള്ളു നിന്നെ. നിനക്ക് ആ റിംഗ് ടോൺ ഒന്ന് മാറ്റിക്കൂടെ അഞ്ജലി? തുടങ്ങി. എന്തെങ്കിലും കിട്ടാണ്ടിരിക്കായിരുന്നു. ഫോണൊന്ന് എടുക്കാൻ അഞ്ജലി. ആരത്? അതൊരു ഞരമ്പ് രോഗിയാ. ഇവിടെ ഒന്നും വേറൊരു പണിയില്ല. ഞാൻ സംസാരിക്കാം. എന്റെ അമ്മു, അത് അതിലും വലിയ പണിയാവും. ആവശ്യം വരുമ്പോ പറഞ്ഞോളാം. കുറച്ചുകൂടെ ഒച്ചത്തിൽ ചോക്കാൻ പറ്റുമോ? So sorry.
അമ്മ സിദ്ധാർത്ഥ് പോയോ മോളെ? റെഡി ആവുന്നേ ഉള്ളൂ. എന്താ അമ്മേ വിശേഷം? അജുന് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. ആഹാ, അടുത്ത ബന്ധുക്കളും വീട്ടുകാരും കൂടി അവിടെ വരെ ഒന്ന് പോണം. ദിവസം നിശ്ചയിച്ചിട്ടില്ല. മോള് സിദ്ധാർത്ഥ കൂടി വരില്ലേ? പിന്നെ വരാണ്ട്. അമ്മ ഞാൻ പിന്നെ വിളിക്കാം. ആ അമ്മേ, പപ്പയോട് സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ പറയൂ. ആ ശരി മോളെ, ഞാൻ പറയാം. ശരി അമ്മ. ഇപ്പൊ ശരിയാക്കി തരാം. അമ്മയാ വിളിച്ചത്. അജുവിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായി നമ്മൾ രണ്ടാളോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നിന്റെ അപ്പന്റെ കലിപ്പിതരോട് മാറിയിട്ടില്ലല്ലേ? നമുക്ക് എന്തായാലും പോണം. പപ്പയുടെ ദേഷ്യം അതോടെ തീരും. നീ ഇതുവരെ മസിനെ കൂടി വന്നിട്ടില്ലല്ലോ. നമുക്ക് ആ വഴി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. പ്ലീസ് ആലോചിക്കും. നീ ആ പെർഫ്യൂം അടിച്ചല്ലേ? കുറച്ച് ചുമ്മാ ടെസ്റ്റ് അടിച്ചതല്ലേ? വേണമെന്നല്ലേ വേണ്ട. തൻ്റെ ഡെസ്കിൽ നിന്ന് കുറച്ച് കംപ്ലയിൻസ് കസ്റ്റമർ കെയറിൽ പോയിട്ടുണ്ട്. കസ്റ്റമേഴ്സായിട്ട് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് തൻ്റെ കരിയറിനെ തന്നെ ബാധിക്കും. ഷുവർ സർ. ബി സീരിയസ്, ഓക്കെ? ഗുഡ് ഈവനിങ് സാർ. സാറിൻ്റെ വണ്ടി റെഡി ആയിട്ടുണ്ട്. സാർ സാർ, വണ്ടിയുടെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആയതുകൊണ്ട് 10 പൈസ പോലും സാറിന് ക്ലെയിം കിട്ടില്ല സാർ. മൊത്തം കാശ് സാറ് തന്നെ അടയ്ക്കേണ്ടി വരും. അത് പറയുമ്പോൾ തനിക്കെന്താ ഇത്ര സന്തോഷം? സാർ, ഈ കസ്റ്റമേഴ്സിനോട് ചിരിച്ചിട്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പണി പോകും സാർ. താങ്ക് യു സാർ.